സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കോഴിക്കോട് പുതിയ ഓപ്പൺ ആയ ലുലു മാളിൽ പോയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ തരം ബ്രാൻഡുകളും അവിടെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ മുകളിൽ പോയിട്ട് ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ജെൻസിൻ്റെയും വുമൻസിൻ്റെയും പിന്നെ കിഡ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ ഷോപ്പായിരുന്നു. അത് കൂടാതെ തന്നെ ആക്സസറീസ്, ബാഗുകൾ ഒക്കെ ഉണ്ടായിരുന്നു, വാലറ്റ്. ഇവിടെ കണ്ടോ ഗൈസ്, ബാഗുകൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ വെച്ചിരിക്കണം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആദ്യം തന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി. പക്ഷെ അമ്മയ്ക്കൊന്നും കിട്ടിയില്ല, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ വലിയവരുടേൽ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പുകളൊക്കെ കിട്ടും. ആ വെള്ള ടോപ്പ് കണ്ടില്ലേ, അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടേൽ നോക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നും എനിക്ക് കിട്ടാറില്ല. നല്ലോണം തിരഞ്ഞിട്ട് മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. ഞാൻ ആദ്യം തന്നെ കണ്ടത് ഈ ഒരു പച്ച കളർ ഒരു ഫ്രോക്കായിരുന്നു. പച്ചയും ഗോൾഡൻ കളർ വരയും പിന്നെ വൈറ്റൊക്കെ വന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷനുള്ള ഫ്രോക്കായിരുന്നു. പക്ഷെ അത് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ലൂസായിരുന്നു എനിക്ക്. പിന്നെ ഈ ഒരു ഫ്രോക്ക് ട്രൈ ചെയ്തു. ലൈറ്റ് ബ്ലൂ, ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനുള്ള ഫ്രോക്ക്. എന്നിട്ട് അത് ഞാൻ എടുത്തു. അതെനിക്ക് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതെടുത്തു. പിന്നെ ഞങ്ങൾ അച്ഛനെ നോക്കാൻ വേണ്ടി പോയി. ഇവിടെ തന്നെ എല്ലാ ബ്രാൻഡുകളുണ്ട്. അഡിഡാസ് ഉണ്ടായിരുന്നു, റിബോക്ക് ഉണ്ടായിരുന്നു, ലെവീസ്, പിന്നെ അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. സ്പൈക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണോ ഇത് പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം കണ്ടത്. അപ്പോൾ ഇത് ഫുള്ളൊരു ഗോൾഡൻ ടച്ചുള്ള ഒരു ഡെക്കോർ പീസസ്സാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുമ്പോഴാണ് ബാർബീൻ്റെ ഒരു സെക്ഷൻ കാണണേ. അവിടുത്തെ ഫ്രോക്കും എല്ലാതും ബാർബീൻ്റെ ടച്ചുള്ള ഫ്രോക്കുകളൊക്കെയാണ്. എല്ലാത്തിലും ബാർബീൻ്റെ കളർ കോമ്പിനേഷന് ബാർബി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഫ്രോക്കായിരുന്നു. കണ്ട ഫുള്ളൊരു പിങ്ക് മയായിരുന്നു ഈ ഒരു സൈഡ്. പിന്നെ ഞാൻ വെറുതെ സോഫ്റ്റ് ടോയ്സിൻ്റെ വില നോക്കിയതായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ വില കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു സാധനങ്ങളൊക്കെ, നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. പിന്നെ ഡിസ്നിയിലുള്ള ഒരു ഡോഗായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, പുലിക്കുട്ടി, തത്തമ്മ, കാക്ടോപില്ലേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനെ ഒരു ഷർട്ടും കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആയിക്കോടൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയിട്ട് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന്. നല്ല കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി സെൻറ്ററാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹാഫ് ബിരിയാണി, ചിക്കൻ 65ഉം പിന്നെ ഒരു ലൈം ജ്യൂസും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. ഇത് കുന്നിക്കുരു, മഞ്ചാടി ഒക്കെ ഉള്ള ഒരു സെറ്റാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചത്. പിന്നെ ഇവിടെ ഓൾഡ് കോയിൻസൊക്കെ ഉണ്ടായിരുന്നു, ഓൾഡ് സ്റ്റാമ്പ് കോയിൻസ്. പണ്ടത്തെ 10 രൂപ, 5 രൂപ, 20 രൂപ, 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോയിൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പണ്ടത്തെ സ്റ്റാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പണ്ടത്തെ കോയിൻസൊക്കെ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ സ്റ്റാമ്പ് എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങളതുവഴി നടന്നപ്പോഴാണ് ഒരു വലിയൊരു വാട്ടർമെലൻ്റെ ഒരു ലോലിപോപ്പ് കണ്ടത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് അത് എടുത്തു. ഞാൻ ഈ ഫ്രൂട്ട് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു മുസമ്പിയാണ്. നല്ല ഓറഞ്ചാണ്, ആഫ്രിക്കൻ ഓറഞ്ചാണ്. ഇതും ആഫ്രിക്കൻ ഓറഞ്ച് തന്നെയാണ്, സ്മോൾ ആഫ്രിക്കൻ ഓറഞ്ചാണ്. ഇതും 2-3 എടുത്തു, മറ്റേതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൂണെടുത്തു. എനിക്ക് കൂണ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ തൊട്ടടിയത്തെ റോയിൽ ഇഞ്ചി, കുഞ്ഞുള്ളി, പിന്നെ കാന്താരി മുളകൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് തോലൊക്കെ പൊളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബ്രൊക്കോളിയാണ്. പിന്നെ ഞങ്ങൾ ആപ്പിൾ എടുത്തു. എനിക്ക് തോന്നുന്നു ഞാൻ യു എസ് എ റെഡ് ആപ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ചുവപ്പ് കളറുണ്ടായിരുന്നു. ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, US എ റെഡ് ആപ്പിൾ. അതും 2-3 എടുത്തു. പിന്നെ ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിങ്ക് കളർ തന്നെയാണ്. എനിക്ക് പിങ്ക് കളറാണ് ഇഷ്ടം. വൈറ്റ് കളർ അവിടെ ഉണ്ട്, പക്ഷേ എനിക്ക് പിങ്കാണ് ഇഷ്ടം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് രാജ്യം എന്നൊക്കെ. പിന്നെ ലിച്ചീൻ്റെ യഥാർത്ഥ പേര് ലൊങ്കൻ എന്നോ അതോ ലോഗൻ എന്നോ അങ്ങാനും ആണ്.
ഫ്രൂട്ട്. പിന്നെ 2-3 കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് കയ്പ്പയ്ക്കയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു. പപ്പായ ഒന്നും ഇപ്പം അങ്ങനെ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് സെക്ഷൻ പോയപ്പോൾ സ്ട്രോബെറി ഉണ്ടായിരുന്നു, കിവിയും 2-3 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് സ്ട്രോബെറിയും കിവിയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ്, കുറേ അച്ചാറുകൾ, ജാമ്, പിന്നെ 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 എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഗോവ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സാധനം കൂടെ പൈനാപ്പിളും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. പിന്നെ വേറെന്താ, പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് കുറച്ച് അത് കൂടാതെ തന്നെ, ഫ്രൂട്ട്സ് കൂടാതെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാം ഇപ്പോൾ കാണിച്ചാൽ നല്ല ലോങ് ആവില്ലേ വീഡിയോ, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. പിന്നെ ആ വൈറ്റ് കളറിൽ നിങ്ങൾ നീണ്ട് കിടക്കണ ഒരു പാക്കറ്റിൽ നിങ്ങൾ കാണുന്നില്ലേ, അത് ട്രോളിയിൽ, അത് തലോണയാണ്. ഇത് ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇവിടെ ലൂയിസ് ഫിലിപ്പിയൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ലൻസോയി, ലെവി, പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരുപാടെണ്ണമുണ്ട്. എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അത്രയ്ക്ക് അറിയില്ല അങ്ങനത്തെ ബ്രാൻഡുകളൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല, ചിലപ്പോൾ തെറ്റിപ്പോകും. സ്കെച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറി വരുമ്പോൾ തന്നെ. പിന്നെ സ്റ്റാർബക്സൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും സ്റ്റാർബക്സ് കയറണമെന്ന് എനിക്കുണ്ട്, പക്ഷേ കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കയറും. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി.